ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൊറിയൻ വിപ്പിഡ് കോഫി ആയിട്ടുള്ള ഡൽഗോന കോഫിയാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോഫി തന്നെയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ വിപ്പിഡ് കോഫി ഉണ്ടാക്കാനായിട്ട് 2 ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ഷുഗർ എടുത്തിട്ടുണ്ട്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂണ് നല്ല തിളച്ച വെള്ളമാണ്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് വേഗം വിപ്പായിട്ട് കിട്ടും. അപ്പോൾ വിസ്ക് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഈ ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ നല്ല സ്പീഡിലൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടില്ല അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ക്രീമി ആയിട്ട് ഇത് കിട്ടണം. അപ്പോൾ അതുവരെ നമ്മൾ വിസ്ക് കൊണ്ട് തന്നെ ഒരേ ഡയറക്ഷനിൽ തന്നെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കളറൊക്കെ കുറച്ച് ചേഞ്ചായി നല്ല ക്രീമി ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ആക്കിയെടുക്കുക. അപ്പോൾ കണ്ടില്ല നല്ലൊരു സോഫ്റ്റ് ആൻഡ് ക്രീമി ടെക്സ്ചറോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ കോഫി ആക്കിയെടുക്കാൻ നോക്കാം. ഗ്ലാസ്സിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോൾഡ് കോഫിയാണ് വേണമെന്നുണ്ടെങ്കിൽ തണുത്ത പാൽ ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ഭാഗം ഗ്ലാസ്സിലോട്ട് പാൽ ചേർത്തതിന് ശേഷം ബാക്കി നമുക്ക് ആവശ്യത്തിന് ക്രീമി ചേർത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തിളപ്പിക്കാത്ത ഫ്രഷ് മിൽക്ക് ആണെങ്കിൽ നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുക. നിങ്ങൾക്ക് കോഫിക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പാലിൽ കുറച്ച് ഷുഗർ മിക്സ് ചെയ്തതിന് ശേഷം ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ അത്ര മധുരം ഉണ്ടാവില്ല, നമ്മൾ ക്രീമിലുള്ള മധുരമേ ഉണ്ടാവുള്ളൂ. ഈ കോഫി ഞാൻ 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ അടുത്ത ഗ്ലാസ്സിലോട്ട് ഞാൻ വാമായിട്ടുള്ള മിൽക്കാണ് ചേർക്കുന്നത്. വാമായാലും കുഴപ്പമില്ല, ഹോട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ക്രീം ചേർത്ത് ഫില്ല് ചെയ്യുക. അപ്പോൾ ക്രീമൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഈ കോഫീൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ലെയറായിട്ട് കിടക്കുന്നത് കാണാനുള്ള ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കുറച്ച് കൊക്കോ പൗഡറൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് കുടിക്കുന്ന സമയത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കുക. അപ്പോൾ എന്തായാലും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട കോഫി തന്നെയാണിത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാലും എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.